ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഉച്ചയൂണിന് പറ്റിയിട്ടുള്ള 2 തനി നാടൻ റെസിപ്പികളാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളതും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഈസി റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ചൂട് കാലമല്ല അല്ലേ, അപ്പോൾ ചക്കക്കുരുവൊക്കെ വീട്ടിൽ സുലഭമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ചക്കയ്ക്കുള്ളവരാണെങ്കിൽ കറിയുടെ കൂടെ വേറൊരു സൈഡ് ഡിഷ് കൂടി ഉണ്ടാക്കുന്നുണ്ട്, ഉണക്കത്തരണ്ടി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 200 ഗ്രാമോളം വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പിലുള്ള വൻപയർ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചക്കക്കുരു എടുക്കാം. അത് നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചിരണ്ടി എടുക്കണം. ഇതേപോലെ ഞാൻ ഏകദേശം ഒരു 10-12 ചക്കക്കുരു മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് അളവൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതേപോലെയാണ് തൊലി കളഞ്ഞെടുക്കുന്നത്. ഇത് കുറച്ചൊരു ഉണങ്ങിയ പോലെ ആയതുകൊണ്ട് പുറം ഭാഗത്ത് തൊലി കിട്ടുന്നുണ്ട്. ഈ കറുത്ത ഭാഗം കുറേശ്ശെ, അങ്ങനെ മുഴുവനായിട്ട് കളഞ്ഞെടുക്കുന്നൊന്നുമില്ല, കുറേശ്ശെ ഒന്ന് ഇങ്ങനെ കത്തി വെച്ച് ചുരണ്ടിയെടുക്കാം. ചക്കക്കുരു നല്ല പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പയർ കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ടൈമിലെ കറി കൂടിയായി. ഇതേപോലെ ഞാൻ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേർപ്പകുതിയായിട്ട് ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ പിളർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ കത്തിക്ക് അധികം മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കയ്യിൽ വെച്ച് ചെയ്തത്. ഇനി നമുക്ക് പയറൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചക്കക്കുരും അതിൽ ഒരുമിച്ച് തന്നെയാണ് ചേർത്തെടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടി പോകരുത്. പാകത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 6 വിസിലൊക്കെ വരുന്നത് വരെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് വിസിലൊക്കെ വരുന്നതിൻ്റെ വേവൊക്കെ കൂടുകയും കുറയൊക്കെ ചെയ്യും. ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരും. ഇപ്പം വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ 6 വിസിലായപ്പോൾ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല പോലെ രണ്ടും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് തുറന്നിട്ട് കുരുവിൻ്റെ വേവൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് കോരിയെടുത്ത് കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ല, നല്ല പോലെ വെന്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കറിയിൽ എണ്ണയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ താളിച്ച് വയ്ക്കുക, കാച്ചി വയ്ക്കുക, വറവിടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ വൻപയർ ചക്കക്കുരു മിക്സ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് പയറും പരിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണക്ക് തരണ്ടിയാണ് എടുക്കുന്നത്. ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് പോകാനായിട്ട്. ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ച് നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, സവാള എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തെരണ്ടിക്ക് നല്ലപോലെ ഉപ്പുണ്ടാകുമെന്ന് അറിയാലോ. ഉണക്ക് തെരണ്ടിക്ക് നന്നായിട്ട് ഉപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ എത്ര വെള്ളത്തിലിട്ട് വെച്ചാലും ഉപ്പിന് അത്ര കുറവൊന്നും ഉണ്ടാവില്ല. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം നമുക്ക് തെരണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലോട്ട് ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുത്തിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അതാ പുളി കാണുന്നില്ല അതിൽ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ തെരണ്ടി വെന്ത് കിട്ടിക്കോളും. അത്രയേ വേവ് ആവശ്യമുള്ളൂ. 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ തെരണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തെരണ്ടി തൊടുകറിയെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. നമുക്കിങ്ങനെ തെരണ്ടി വറവാക്കി എടുത്തതോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഈ കറിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നാടനായിട്ടുള്ള നല്ല റെസിപ്പികൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ
ഇഷ്ടപ്പെട്ട നാടൻ കറികളിൽ ഒന്നാണ് തെരണ്ടി ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്. പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല കൂടെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.